ചേച്ചി ബ്രാൻഡിന്റെ ഏതൊക്കെ ബ്രാൻഡാന്നുള്ള എടുത്തിട്ട് തരണേട് ഞാൻ ഇപ്പം പറയാം. കണ്ടന്റ് ഷെയർ ചെയ്താൽ മതി. സോ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. രേണു സുധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രേഷ്മ പി തങ്കച്ചൻ പപ്പയുടെ ഓരോ കള്ളങ്ങളും ചീട്ടുകൊട്ടാരന്മാർ തകർന്നു വീണുകൊണ്ടിരിക്കുക. എല്ലാ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ ഞാൻ എക്സ്പോസ് ചെയ്ത് കയ്യെ വെച്ച് തരാം. അതിനു മുമ്പ് വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ കാണണം. കൂടാതെ വീഡിയോയുടെ അഭിപ്രായം ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യണം. കാരണം രേഷ്മ ചേച്ചി വന്ന് പറയുന്നത് കൂട്ട് തന്നെ ജനക്കൂട്ടങ്ങൾ രേഷ്മ ചേച്ചിക്ക് സപ്പോർട്ടാണോ നിൽക്കുന്നത്, എതിരെയാണോ നിൽക്കുന്നതെന്ന് ഇതിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റും. സോ രേഷ്മ ചേച്ചിയെ വെറുക്കുന്ന എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് അയച്ചേക്കണം, എന്തെങ്കിലും ഒരു അഭിപ്രായം. എന്തായാലും രേഷ്മ ചേച്ചി പച്ചത്തെറിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഈ ഇടയ്ക്കും അതായത് 3-4 ദിവസം മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു നീല ഡ്രസ്സും പിന്നെ തന്നെ തോരണവും ചുറ്റിയിട്ടിട്ട് ഒരു ഡ്രസ്സെന്നും പറഞ്ഞിട്ടുകൊണ്ട് വന്ന് രേഷ്മ ചേച്ചി പച്ചത്തെറി വിളിക്കുന്നത്. ഇത് കൂടാതെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് വീണ്ടും എടുത്തെടുത്ത് തെറി വിളിക്കുകയാണ് രേഷ്മ പി തങ്കച്ചൻ പപ്പ. ഇതിലൂടെ നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഈ തെറി വിളിക്കാനും വൃത്തിയോട് പറയാനും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കാൻ തന്നെ ചെയ്യും. അതിനുവേണ്ടിയാണ് നമുക്ക് ശബ്ദം തന്നേക്കുന്ന റിയാക്ഷൻ ചാനൽ തുറന്നു വെച്ചേക്കുന്നത്. സോ രേഷ്മ ചേച്ചിയെ എക്സ്പോസ് ചെയ്ത് ഞാൻ കയ്യെ വെച്ച് തരാം. എന്തായാലും എൻ്റെ പൊന്ന് രേഷ്മ ചേച്ചി, നിങ്ങൾ ഈ കാണിക്കുന്നതൊന്നും ശരിയല്ല. കാരണം ഇവിടെ വന്ന് കിടന്ന് തെറി വിളിക്കാനും ഇതേകൂട്ടുള്ള മീഡിയക്കാരെ കാണുമ്പോൾ അവിടെ കിടന്നെങ്കിൽ ചിരിക്കാനും ഇതേകൂട്ടുള്ള സംഭവങ്ങളും പറയാനും ചേച്ചിക്ക് ആരാധികാരം തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം സോഷ്യൽ മീഡിയ പറയുമ്പോൾ അളന്ന് മുറിച്ച് ഉപയോഗിക്കണം. ഇത് ചുമ്മാ വന്ന് വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് ആ ഒരു രീതിയിലാണ് ചേച്ചി വന്ന് വിളമ്പി വെച്ചേക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഞാനൊരു വീഡിയോ സൈഡിൽ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ബ്ലാക്ക് മാറ്റി ചേച്ചി ബ്രാൻഡിന്റെ ഏതൊക്കെ ബ്രാൻഡാന്നുള്ള എടുത്തിട്ട് തരണേട് ഞാൻ ഇപ്പം പറയാം. കണ്ടന്റ് ഷെയർ ചെയ്താൽ മതി. സാറ് വെയിറ്റ് ചെല്ലു. സൗണ്ട് അവിടെ വ്യക്തമായിട്ട് ഈ ലോക്കൽ മീഡിയാസ് സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ആൾക്കാർ കേൾക്കാതിരിക്കാൻ വേണ്ടി. ഇതിന് മുമ്പത്തെ ഒരു വിഷയവും നമ്മൾ കണ്ടായിരുന്നു. 3-4 ദിവസം മുമ്പ് രേഷ്മ ചേച്ചി വീണ്ടും തെറി വിളിച്ചൊരു കാര്യം. ആ തെറി വിളിച്ചപ്പോഴേ ആൾക്കാരെല്ലാം എതിര് നിന്നിട്ടുണ്ടായിരുന്നു. കാരണം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയൊന്നും പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ അതിന് ശേഷം വന്നിട്ടുള്ളൊരു ക്ലിപ്പ്, ഇത് ഈ ചുമന്ന ഡ്രസ്സ് ഈ നീല ഡ്രസ്സിന് ശേഷം വന്നിട്ടുള്ളതാണ്. അവിടെയും വന്ന് ഇതേ കുട്ടിയുള്ള വിവരക്കെടാൻ വിളിച്ചു വിളമ്പി വെച്ചേക്കുന്നത്. കോമഡി എന്ന രീതിയിലാണ് ഇത് പറഞ്ഞേക്കുന്നെങ്കിൽ, അതായത് നമ്മളൊന്നും പറഞ്ഞതിനെ കുറിച്ചല്ല. മറ്റേതി വന്നിട്ട് നമ്മൾ ഏതാണ്ട് കമന്റ് അയച്ചെന്നും പറഞ്ഞാൽ രേഷ്മ ചേച്ചി വന്നിരുന്ന് പൊട്ടിത്തെറിച്ച്. ഇവിടെ ആ ലോക്കൽ മീഡിയക്കാരനൊരു ഇത് തമാശ രീതി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിനെതിരെയായിട്ടാണ് സംസാരിച്ചേക്കുന്നത്. ഇവർ വിചാരിക്കുന്നത് എന്തുവാ, അവർ കൂട്ടുകാരായതുകൊണ്ട് തന്നെ രേഷ്മ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് കേട്ട് എന്ന് ചിരിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. ക്യാമറ അവന്മാരുടെ കൈ 24/7 സമയത്ത് അവരുടെ കൈയൊക്കെ തന്നെ കാണും. അപ്പോൾ ഇങ്ങനത്തെ വിവരക്കേട് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും അവന്മാരെടുത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അതെല്ലാം നെഗറ്റീവായിട്ടാണ് വന്ന് മറിയുന്നത്. എന്തായാലും സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചോറ് തിന്നുന്നതും കുറച്ച് ബോധവും വിവരമുള്ള എല്ലാവർക്കും മനസ്സിലായി രേഷ്മ ചേച്ചി അവിടെ എന്തുവാ വിളിച്ചേക്കുന്നത്, ഏത് വാക്കാണ് ഉപയോഗിച്ചേക്കുന്നതെന്ന്. ഒരു കുറച്ച് ബോധം ചേച്ചിക്കുണ്ടോ? കുറച്ച് ബോധം ചേച്ചി ഇപ്പോൾ നമ്മൾ ചേച്ചി ആണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വേറെ വിദേശത്തോട്ട് പോകുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഋതപ്പം മൊബൈൽ നോക്കിയിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കണ്ടേ നല്ല രീതിക്ക് തന്നെ ചർച്ചാ വിഷയം ആയിട്ടുണ്ട് ഒരു സംഭവം. ആ ഒരു സംഭവത്തിനെ തുടർന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതേപോലുള്ള കുറേ കുട്ടികൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. അവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള മെസ്സേജസ് കൊടുക്കുന്ന രേഷ്മ ചേച്ചി ഏത് വിധത്തിൽ നമ്മൾ അംഗീകരിക്കണം? സുധിച്ചേട്ടനോടുള്ള ഇഷ്ടം കാരണം ചേച്ചി സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അവരെയൊക്കെ എന്തോ പറഞ്ഞാൽ പറ്റും. ഇവിടം വരെ എത്തിച്ചാൽ അവരെ എനിക്ക് പറയാനുള്ളൂ. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എല്ലാവരും കൂടെ ചതിച്ചുകൊണ്ടിരിക്കുക ചേച്ചി. കണ്ണടച്ചിരിക്കും തോറും അവരുടെ തലയിലിരുന്ന് കസാര കളി കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും എതിരായിട്ട് വരേ ചെയ്യത്തുള്ളൂ രേഷ്മ ചേച്ചി. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. എൻ്റെ കൂടെ ജനക്കൂട്ടങ്ങളുണ്ട്. എന്ത് പറഞ്ഞാലും നമുക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല. കേട്ട് പുച്ഛിച്ച് തള്ളാൻ മാത്രമേ പറ്റത്തില്ല. ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടേ, വേണ്ടെന്നല്ല പറയുന്നത്. ഇത് പീക്ക് ലെവലിൽ നിന്ന് സംസാരിക്കുന്നത്. കുറേ ചിരിക്കാനുണ്ട്. ആ ഒരു സംഭവം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ഇരുന്ന് കാണുന്നത്. കാരണം രാവിലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് സ്ട്രെസ്സൊക്കെ ആകുമ്പോൾ ഇതൊന്നും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ വേണ്ടി കുറേ ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊന്നും പറയുന്നത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് എടുത്ത് വെച്ച് ഞാൻ ക്ലിപ്പ് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇനി കുറച്ച് മീഡിയക്കാരന്മാർ, വൃത്തികെട്ട മീഡിയക്കാരന്മാർ ഇതിനെ തുടർന്നിട്ട് ഇതേ കൂട്ട് തന്നെ വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ അലവലാദികളുടെ കയ്യിൽ ഫോണും കൊടുത്ത് മീഡിയ എന്നും പറഞ്ഞ് ഊമാരെ വിട്ടേക്കുന്ന ആരാന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. അങ്ങനെ തന്നെ പറയണം. ഞാൻ ഇതുവരെ ഒരു മോശം എഴുത്തും പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഇവർ കാണിച്ചേക്കുന്ന ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരു ജാതിയുടെ പേരും പറഞ്ഞ് കളിയാക്കി മരിച്ച നിതിൻ രാജ് എന്ന് പറഞ്ഞ ചേട്ടനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു സാറ് റാം എന്ന് പറഞ്ഞ അങ്ങാര് ഇവരും തമ്മിൽ എന്തോ വ്യത്യാസമുള്ളേ. നിങ്ങളിതൊന്ന് കേട്ട് നോക്ക്. ആര് സഹിക്കത്തില്ല. ഇതൊന്ന് ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ കേട്ട് നോക്ക്. ഇതെന്താ ആദിവാസി ലുക്ക് പോലെ ഒരു ബട്ടൺ
ഇതെന്താ ആദിവാസി ലുക്ക് പോലെ ഒരു ബട്ടൺ, ഇതെന്താ ആദിവാസി ലുക്ക് പോലെ ഒരു. കണ്ടോ, ഇവിടെ അവര് കാസ്റ്റ് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുക. ഏടാ നിനക്കൊക്കെ കുറച്ച് ബോധം ഉണ്ടോടാ? അവരെ കുറ്റം പറയാൻ വേണ്ടി നീയൊക്കെ ഈ ഇവരക്കേട് മിറ്റ് വിളമ്പി കാശുണ്ടാക്കി നടക്കുന്നതിനേക്കാളും എത്രയോ അന്തസ്സിലാണ് അവർ ജീവിക്കുന്നത്. അവരെ ആശ്രയിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ആവശ്യത്തിന് വേണ്ടി ഇവരെ സമീപിക്കുമ്പോൾ ഇവനാണെങ്കിൽ അവിടെ കുറ്റം പറയുക. കാണാൻ ഇങ്ങനെ ഉണ്ടല്ലോ, കാണാൻ അങ്ങനെ ഉണ്ടല്ലോ. നിനക്കൊക്കെ കുറച്ച് ബോധമുണ്ടോ? ഇതിന് അഭിപ്രായം നിങ്ങൾ നിങ്ങളുടേതായിട്ട് രീതിയിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് അയക്കി. ഇന്നലെ തന്നെ ഞാൻ ഈ ഒരു ക്ലിപ്പ് ഒന്നുകൂടെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം എൻ്റെ അടുത്ത് കൂടുതൽ ആൾക്കാരും പറഞ്ഞ മോനെ ഇതൊന്നുകൂടെ വിശദീകരിച്ച് പറയണമെന്ന്. കുറേ ആൾക്കാർ ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് കേട്ടുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇവരെയൊക്കെ പോലെയുള്ള ഈ മീഡിയക്കാരെ ഉറപ്പായിട്ടും ബാൻ ചെയ്യണം, നിയമ നടപടിക്ക് തന്നെ വിടണം. കാരണം ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ഈ സോഷ്യൽ മീഡിയ വന്ന് പറയുന്ന ഇവരെയൊക്കെ. അപ്പോൾ പിന്നെ ഈ കേട്ടോണ്ടിരിക്കുന്ന രേഷ്മ ചേച്ചി ചോദിക്കുന്ന ചോദ്യം ചോദിക്കുന്ന മീഡിയക്കാരനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? കേട്ടോണ്ടിരിക്കുന്ന രേഷ്മ ചേച്ചി കക്കക്കക്കാന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ടല്ലോ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അതെങ്ങനെയാ? രണ്ടിനും ബോധമില്ലല്ലോ, ചേച്ചിയുടെ കൂടെ നടക്കുന്ന ഒന്നിനും ബോധമില്ല. ഓരോരോ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ചേച്ചി എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് ആർക്കറിയാം. വെയിൽ കുറഞ്ഞു അങ്ങോട്ടാക്കല്ലേ സാറേ? അങ്ങോട്ട് ആ ഒരു ക്ലബിന്റെ അങ്ങോട്ട് പോയാൽ മതി. അങ്ങോട്ട് എന്റെ വണ്ടി വരുന്നേ, അവിടെ ഇരിക്കാലോ. അങ്ങനെ അങ്ങോട്ട് പോകാം ചേട്ടാ. ചേച്ചി അങ്ങോട്ട് പോകണം. അയ്യോ ചേച്ചി വെയിൽ കൊള്ളിപ്പിക്കല്ലേ എന്റെ ഡയറക്ടർ സാറ്. കാരണം ജനിച്ചപ്പോഴേ AC തല്ലി ചേച്ചി ജനിച്ച് വീണേ. എൻ്റെ പൊന്നി രശ്മി ചേച്ചി ജാട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തെ ജാടയെ ചേച്ചി കാണിച്ചുകൊണ്ടിരിക്കുന്ന. വലിയ വലിയ സിനിമാ നടന്മാരും നടിമാരും വരെ വെയിലത്ത് നിന്ന് കിടന്ന് അഭിനയിക്കുന്ന സീൻസൊക്കെ ഉണ്ട്. ചേച്ചിക്ക് മാത്രം വെയിൽ കൊണ്ട് അഭിനയിക്കാൻ പറ്റത്തില്ല. ഇത് എവിടുത്തെ നിയമോ? അത് കാശ് കൊടുത്ത് ഡയറക്ടർ പഠിക്കുമ്പോൾ ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിക്കും എനിക്കാണെങ്കിൽ വെയിലത്ത് നിൽക്കാൻ പറ്റത്തില്ല, വല്ല AC വെച്ച് കൊടുത്ത് അഭിനയിപ്പിക്കും. അയ്യോ നോക്കിക്കോണേ. ഉള്ളവരൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞായിട്ടുണ്ട്. അല്പന ഐശ്വര്യം വന്നാ ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്ത് കമന്റ് ബോക്സിൽ ഇട്ടേരെ. എൻ്റെ പൊന്നി രശ്മി ചേച്ചി നിങ്ങളുടെ കാര്യം കുറച്ച് കട്ട് ചെയ്യാട്ടോ. ചിരിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഇത്രയും പൊങ്ങച്ചോ അടിക്കുന്നത്. എൻ്റെ പൊന്നെ ഇതൊക്കെ ആര് കണ്ടോണ്ടിരിക്കുന്ന ഈ സപ്പോർട്ട് ചെയ്യുന്നവരെ എനിക്ക് പറയാനുള്ളത്. എനിക്ക് വയ്യ ഈ രേഷ്മി ചേച്ചിയുടെ കാര്യം കൊണ്ട് തോറ്റ് ഞാൻ കഴിഞ്ഞിട്ടില്ല. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. രേഷ്മി ചേച്ചിയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റും കൂടെ ഞാൻ സൈഡിൽ വെച്ചുതരാം, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ചില നടന്മാരൊക്കെ വയറിലാകാൻ ലേഡീസിറ്റി വേണം. പിന്നെ അങ്ങോട്ട് വിവാദമൊക്കെ കത്തി ഒരു പിരി കൊള്ളുന്നതുകൊണ്ട് ചിലവർക്ക് കത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതിന് പല ഒഴിവുകളും ചില ആളുകളല്ല പൈസ വെക്കില്ല. ആഹാ അതെന്തായാലും കൊള്ളാം കേട്ടോ. രേഷ്മി ചേച്ചി അവിടെ പറയുന്നത് വ്യക്തമായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. അതായത് രേഷ്മി ചേച്ചിയുടെ കൂടെ പണ്ട് വൈറലാവാൻ വേണ്ടി അഭിനയിച്ച നടന്മാരൊക്കെ ഇപ്പൊ രേഷ്മി ചേച്ചിയുടെ കൂടെ എന്തെങ്കിലും റോള് കിട്ടിക്കഴിഞ്ഞാൽ ഒഴിവുകൾ പറഞ്ഞിട്ട് അവരങ്ങ് ഒഴിഞ്ഞു പോവാന്ന്. അവർക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല എന്നാണ് രേഷ്മി ചേച്ചി ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. അവിടെ ഇപ്പം നമ്മൾ പറയേണ്ട കാര്യം എന്തുവാ? അതായത് രേഷ്മി ചേച്ചി തുടക്ക സമയത്തൊക്കെ ഇവർ അഭിനയിക്കാൻ വിളിപ്പിക്കുമ്പോൾ, അതായത് നമുക്ക് മനസ്സിലായി ആരെയും ഉദ്ദേശിച്ചേന്ന്, അഭിനയിക്കാൻ തുടക്കത്തിൽ ആൾക്കാരെ വിളിക്കുമ്പോൾ ഇവരുടെ കഷ്ടം ഓർത്തിട്ട് അവരൊക്കെ അഭിനയിക്കാൻ വരുമായിരുന്നു. പ്രത്യേകിച്ച് സാധാ ഷോർട്ട് ഫിലിം ആൽബം ഒക്കെ ആകുമ്പോൾ അവർ അഭിനയിക്കാൻ വരുമായിരുന്നു, സ്വാഭാവികം. പക്ഷേ ഇപ്പോൾ വന്ന് രേഷ്മി ചേച്ചി സോഷ്യൽ മീഡിയ വന്ന് കാണിക്കുന്നത് അവർക്ക് പോലും സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന രേഷ്മി ചേച്ചിയുടെ കൂടെ അഭിനയിച്ച് കഴിഞ്ഞാൽ രേഷ്മി ചേച്ചിക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ നെഗറ്റിവിറ്റി അവർക്ക് വന്ന് മറിയുമോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് രേഷ്മി ചേച്ചിയുടെ കൂടെ അവർ അഭിനയിക്കാൻ മടിക്കുന്നത്. അത് രേഷ്മി ചേച്ചിക്കും വ്യക്തമായിട്ട് അറിയാം. രേഷ്മി ചേച്ചി ഉദ്ദേശിക്കുന്നത് അന്നേരം വൈറലാവണമായിരുന്നു. വൈറലായതിനു ശേഷം രേഷ്മി ചേച്ചിയുടെ കൂടെ അവർക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന്. അവരൊക്കെ എങ്ങനെ വൈറലായേ? രേഷ്മി ചേച്ചിയുടെ കൂടെ ഇന്ന് വരെ അഭിനയിച്ചിട്ടുള്ള നടന്മാർ മൊത്തം തെറിവിളി കേട്ടാ വൈറലായിട്ടുള്ളത്. കൂടുതൽ ആൾക്കാർ കണ്ടെന്ന് പറഞ്ഞ് വൈറലായെന്നല്ല അർത്ഥം. വൈറലായെന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് അംഗീകരിച്ചെടുത്ത ആൾക്കാരെ വൈറൽ എന്ന് പറയുന്നത്. ഇത് ഏറിയിൽ നിന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. അതായത് കൂടുതൽ ആൾക്കാർ തെറി വിളിക്കാനും വിമർശിക്കാനും വേണ്ടി മാത്രം അക്കൗണ്ടിലും കമന്റ് ബോക്സിലും കയറുമ്പം അത് സാധാരണ ഒരാൾ പറഞ്ഞത് ഏറിപ്പോയെന്നാ, ഇത് വൈറലായെന്നാ പറയുന്നത്. ഒന്നുമല്ല, അവർ ഏറിപ്പോയി, അവർക്ക് മതിയായി. രേഷ്മി ചേച്ചി കേൾക്കുന്ന തൊട്ട് കേൾക്കാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ലാത്തതുകൊണ്ടാ ചേച്ചിയോട് അഭിനയിക്കുന്നില്ലെന്ന് പറഞ്ഞേ. ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. അല്ലാതെ അവരെ വന്നിങ്ങനെ മീഡിയാസിന്റെ ഫ്രണ്ടിൽ വന്ന് വലിച്ചു കീറാതെ രേഷ്മി ചേച്ചി അത് മനസ്സിലാക്കി പെരുമാറാൻ നോക്ക്. സോഷ്യൽ മീഡിയ ഞാനൊരു സെലിബ്രിറ്റി ആണല്ലോ. സെലിബ്രേറ്റ് ചെയ്യാ? ഇൻസ്റ്റാഗ്രാം സെലിബ്രേറ്റ് ചെയ്യാ രേഷ്മി ചേച്ചി? അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഈ ഊക്ക് മേടിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഊക്ക് മേടിക്കുന്ന ആൾക്കാരെയൊക്കെ സെലിബ്രേറ്റ് ചെയ്താന്നോ പറയുന്നത്? അല്ല എനിക്കറിയത്തില്ല, 2-3 ദിവസത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ടില്ലായിരുന്നു. ഇനി അതുകൊണ്ട് വന്നിട്ടുള്ള മാറ്റം ഒന്നും അറിഞ്ഞൂടാ. സെലിബ്രേറ്റ് സോഷ്യൽ മീഡിയ ഞാനൊരു സെലിബ്രിറ്റി ആണല്ലോ. ഓൾറെഡി സെലിബ്രിറ്റി ആയതുകൊണ്ട് പറയട്ടെ, എന്നെ പറ്റി പറയട്ടെ. എനിക്കതൊന്നും വിഷയമല്ല ചേച്ചി. പക്ഷെ വീട്ടിലുള്ള അപ്പനെയും അമ്മയും സഹോദരിയും പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ മാനേജറെയും അവരുടെ ഫാമിലിയും, കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും, ഇപ്പം അവരെല്ലാം ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഓക്കെ, തീർച്ചയായിട്ടും വീട്ടുകാരെ പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെ. അവരെ എന്തിന് വലിച്ചഴക്കുന്നു? ഒരു കാരണവശാലും അവരിങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും വന്നിട്ടില്ലെങ്കിൽ അവരെ വലിച്ചഴക്കേണ്ടതും അതേപോലെ തന്നെ അവരെ കളിയാക്കേണ്ട ഒരാവശ്യവും ആൾക്കാർക്കൊന്നുമില്ല.
കൂടുതലായിട്ട് അവരെ ആൾക്കാർ കളിയാക്കുന്നതിന്റെ കാരണം എന്ന് പറയുമ്പോൾ രശ്മി ചേച്ചി തന്നെ ഈ ലോക്കൽ മീഡിയാസിന്റെ മുമ്പിൽ പല പ്രാവശ്യം അവരെ വലിച്ചടിച്ചിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള സ്വർണ്ണക്കടത്തിന്റെ ഒരു വിഷയം വന്നതിന് ശേഷം രശ്മി ചേച്ചി ഒരു സ്വർണ്ണക്കൊലിസ് കാണിച്ചിട്ട് എന്റെ ചേച്ചി എനിക്ക് ചിട്ടിയിൽ നിന്ന് വാങ്ങിച്ചു തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട്. അതുകൊണ്ട് ആ ചേച്ചി അവിടെ ആൾക്കാർ വലിച്ചഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തങ്കച്ചൻ പപ്പയെ കൂടെ ചേച്ചി വലിച്ചഴിക്കുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് നാൾ മുമ്പ് ചേച്ചി AC-യുടെ ഒരു വിഷയം വന്നപ്പോഴും തങ്കച്ചൻ പപ്പയെ ലോക്കൽ മീഡിയയുടെ ഫ്രണ്ടിൽ വിളിച്ചിട്ട് നാറ്റിച്ചാ വിട്ടെ. നാണ്ട ഞങ്ങളുടെ തങ്കച്ചൻ പപ്പയെ വല്ലതും പറഞ്ഞുകൊണ്ടല്ലോ എൻ്റെ പൊന്നു രശ്മി ചേച്ചി. എന്തായാലും കൊള്ളാം. ഇതുകൊണ്ടൊക്കെ തന്നെ രശ്മി ചേച്ചിയുടെ വീട്ടുകാരെ ആൾക്കാർ കളിയാക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം അവരെ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ കൂടെ ചേച്ചി വലിച്ചിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കിച്ചു ചേട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ചേച്ചി ആണെങ്കിൽ ലോക്കൽ മീഡിയാസിനെ പല പ്രാവശ്യം ഫോൺ കാണിക്കുന്നത് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെ. ഇതേ കൂട്ട് തന്നെ ആൾക്കാരെ വലിച്ചടിക്കുന്നുണ്ടോ അല്ലെ വീട്ടുകാരെ ഇവർ പറയാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നത് ചേച്ചി അത് മനസ്സിലാക്കില്ലെങ്കിൽ അവർക്ക് ചേച്ചിയുടെ വീട്ടുകാരെ പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. അവിടെ എന്തായാലും നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ നല്ലതെന്ന് തന്നെ പറയും. കാരണം നല്ലത് കണ്ട നല്ലതെന്നും പനലെന്നും പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ റിയാക്ഷൻ ചാനൽ തുറന്നു വെച്ചേക്കുന്നത്. അല്ലാതെ കുറ്റം മാത്രം പറയാനല്ല. ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ മുമ്പിൽ കാണും. പക്ഷേ ഇങ്ങനെ തന്നെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്ന അതിനെ വിമർശിക്കാനും ഞാൻ മുമ്പിൽ കാണും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്കും ചെയ്തേക്കാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ കുറച്ചൊരു ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ചൊരു റൈറ്റിലോട്ട് പോട്ടെ. ഞാൻ സ്ട്രീറ്റ് പോകാൻ അടുത്ത നല്ലൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.